കഴിഞ്ഞ 20 വർഷത്തിൽ പ്രീമിയർ ലീഗിലെ ബിഗ് 6 ടീമുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ഒരു പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. ബിഗ് 6 ടീം അറിയുമ്പോൾ അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ചെൽസി, ആഴ്സണൽ, ടോട്ടനം ഈ 6 ടീമുകളാണ്. ഇവർക്കെതിരെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരങ്ങളുടെ ലിസ്റ്റ്. അലൻ ഷെയർ ഉണ്ട്, പുള്ളിക്കാരൻ 56 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ മുഹമ്മദ് സല 50 ഗോൾ അടിച്ചിട്ടുണ്ട്. ജെയ്മി വാർഡി 45 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ വെയിൻ റൂണി അടിച്ചിട്ടുണ്ട് 45. ഹാരി കെയ്ൻ അടിച്ചിട്ടുണ്ട് 39. സർജിയോ അഗ്യൂറോ 44 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ 7ാം സ്ഥാനത്ത് വരുന്നത് ലിയണൽ മെസ്സിയാണ്. ചെങ്ങൈമാരെ മെസ്സി പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടില്ല, ആകെ കളിച്ച ചാമ്പ്യൻസ് ലീഗ് വരുന്ന സമയത്താണ്. എന്നിട്ട് വെറും 36 മത്സരങ്ങളിൽ നിന്ന് 27 ഗോളുകൾ, അസിസ്റ്റുകളുടെ കാര്യമല്ല, 27 ഗോള് മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. അത് അലൻഷിയറൊക്കെ 56 ഗോൾ അടിച്ചത് 129 മത്സരങ്ങളിൽ നിന്നാണ്. അതായത് പകുതിയിലേറെ മത്സരങ്ങൾ കളിച്ചിട്ടാണ് ആദ്യം നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സല 85 മത്സരങ്ങളിൽ നിന്നാണ് 50 ഗോളുകൾ. ജെയ്മി വാർഡി 108 മത്സരങ്ങളിൽ നിന്നാണ് 45 ഗോളുകൾ. ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. പിന്നെ വെയിൻ റൂണി 135 മത്സരങ്ങളിൽ നിന്ന് 45 ഗോള്, അഗ്യൂറോ 75 മത്സരങ്ങളിൽ നിന്ന് 44 ഗോള്, ഹാരി കെയ്ന് 81 മത്സരങ്ങളിൽ നിന്ന് 29 ഗോള്, മെസ്സി 36 മത്സരങ്ങളിൽ നിന്ന് 27 ഗോളുകൾ. വെറും 10ന്റെ ഡിഫറൻസ് ഉള്ളൂ. ഇനി ഇതിൽ മെസ്സി ആർക്ക് എതിരെയാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് നോക്കിയാൽ ആഴ്സണലിനെതിരെ 9 ഗോൾ അടിച്ചിട്ടുണ്ട്, സിറ്റിക്കെതിരെ 7 ഗോൾ അടിച്ചിട്ടുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 4 ഗോള്, ചെൽസിക്കെതിരെ 3 ഗോള്, ലിവർപൂളിനെതിരെ 2 ഗോള്, ടോട്ടനാമിനെതിരെ 2 ഗോള്. ഫുട്ബോളിലെ എന്തുകൊണ്ടാണ് ലിയണൽ മെസ്സിയെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്നത്? ഇത് ചില ആളുകളൊക്കെ റൊണാൾഡോയെ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. റൊണാൾഡോ പ്രീമിയർ ലീഗിൽ കുറെ കാലം കളിച്ച പ്ലെയർ ആണ്. റൊണാൾഡോ ഈ ബിഗ് 6കൾക്കെതിരെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കലുണ്ട്. പക്ഷെ അതൊരു വേറെ ടോപ്പിക്കാണ്. പക്ഷെ ലിയണൽ മെസ്സി സംതിങ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഏലിയനൊക്കെ വിളിക്കുമല്ലോ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഔട്ട്പുട്ടുകളാണ് ചെങ്ങായി നമ്മുടെ ഫുട്ബോളിലേക്ക് തന്നിട്ടുള്ളത്. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക.